നമ്മളെപ്പോഴും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഉപ്പിടരുത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഡിഷായിട്ട് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഫുൾ അമ്മയാട്ടോ. അമ്മയ്ക്ക് അമ്മയുടേതായ കുറച്ച് ടിപ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അനിയന് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. 350 ഗ്രാം ചെമ്മീനാണ്, വെള്ള ചെമ്മീനാണ് നമ്മളിന്ന് കറി വയ്ക്കുന്നത്. തോടും അതുപോലെ തന്നെ നടുക്കുള്ള നാരൊക്കെ നന്നായിട്ട് കളയണം, നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. 1.5 സബോള, 2 പച്ചമുളക്, ഇത്തിരി വേപ്പില, നമ്മളെ പാകത്തിന് വേപ്പില, ഇതും ഉപ്പും ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. നല്ല ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ പിങ്ക് കളറിൽ നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊടി ചേർക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഇട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ മല്ലിപ്പൊടി ഇടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മുളക് പൊടി ഇടുന്നു. ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളെപ്പോഴും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഉപ്പിടരുത്. കാരണം മഞ്ഞപ്പൊടി ഇട്ടതിന്റെ ശേഷം മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഇട്ടതിന്റെ ശേഷമേ മുളക് പൊടി ഇടാവൂ. അങ്ങനെ ഇട്ട് വന്നാൽ ആ കറിക്ക് ഒരു പ്രത്യേക രുചി ഉണ്ടാവും. ഇനി ഇതാ നമ്മൾ തക്കാളി ഇതിലേക്ക് ഇതെല്ലാം മൂത്ത് തക്കാളി ഇടുന്നു. ചെമ്മീനിലേക്ക് പുളിരസത്തിന് തക്കാളി, നാടൻ തക്കാളി. ഇനി ഇത് നമുക്ക് ആവട്ടെ. ഒന്ന് വഴറ്റി വരുമ്പോ നമ്മളിതിലേക്ക് 350 ഗ്രാം വെള്ള ചെമ്മീൻ നന്നാക്കി കഴുകി വെച്ചിട്ട് റോസ്റ്റ് ചെയ്യാനാണ്. അപ്പോ തക്കാളി ഒന്ന് വഴറ്റി വരുമ്പോ ഇതയിലിടും. ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. തക്കാളി ഇതൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് വേവണം. അതിന് നമ്മൾ ഇതിട്ട് കൊടുക്കണം. ഇനി ഇതിൽ കിടന്നിട്ട് ഇത് വെന്ത് അടച്ചു വെച്ച് കൊടുക്കണം. ഇനി ഇതിൽ ചെറിയ തീയിൽ പാകാവണം. വലിയ തീയിൽ കത്തിച്ചാൽ ഇത് അടിച്ചു പിടിക്കും. അപ്പൊ ചെറിയ തീയിൽ പാകാക്കിയിട്ട് നമ്മൾ കുറച്ചു നേരം ഒരു 10-15 മിനിറ്റ് അതിന് ചെമ്മീൻ, ഇത്രയും വലിയ ചെമ്മീനല്ല, അത് വെവണ്ട, ഒരു 15 മിനിറ്റ് എങ്കിലും ഇതിൽ കിടന്ന് വെവണം. വെള്ളമില്ലാതെ ഇതിൽ കിടന്ന് ആവിയിൽ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ ഈ ചെമ്മീൻ നമ്മൾ റോസ്റ്റ് കഴിക്കാൻ നല്ല രുചിയായിരിക്കും. അത് നമുക്ക് ചോറിന്റെ കൂടെ, അപ്പത്തിന്റെ കൂടെ, എല്ലാത്തിന്റെയും കൂടി നമുക്ക് കഴിക്കാം. ഓരോരുത്തർക്കും ഓരോ കൈപ്പുണ്യം ഉണ്ടാവും അല്ലേ. അതുപോലെ അമ്മയുടെ ഒരു പ്രത്യേക ഡിഷ് ആട്ടോ ഇത്. അത് പ്രത്യേക ടേസ്റ്റുമാണേ. ആ നീര് മുഴുവൻ വറ്റി കഴിഞ്ഞു. ആ തക്കാളിയുടെ നീര് വറ്റി കഴിഞ്ഞത് വഴറ്റി കണ്ട തിക്കായി. ഈ തിക്കൊരു 2 മിനിറ്റും കൂടി ചെയ്താൽ ഫുൾ തിക്കാവും നമ്മളെ ചെമ്മീൻ റോസ്റ്റ്. ഒരിറ്റ് പോലും വെള്ളമില്ലാതെ തക്കാളിയുടെ നീരില് ചെമ്മീൻ കിടന്ന് വെന്ത് വഴറ്റി വരുമ്പോ ഈ ചെമ്മീൻ കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് വറക്കൊന്നും വേണ്ട, ഇതിൽ കിടന്ന് നല്ല ലെവലായി വരും. ഇത് നാടൻ ചെമ്മീൻ റോസ്റ്റ് ആണത്. തക്കാളിയുടെ നീരിൽ കിടന്ന് വെന്തോണ്ടാണ് നമ്മൾക്ക് ഈ കറി ഇത്രയും പെട്ടെന്ന് തയ്യാറായി. അതല്ലെങ്കിൽ വെള്ളം ഒഴിക്കുകയാണെച്ചെങ്കിൽ ആ വെള്ളം നമ്മൾ വറ്റാനായിട്ട് കാത്തിരിക്കും. ഇതാണെച്ചെങ്കിൽ ഈ ചെമ്മീനിൽ ഈ പുളി, എരിവും ഒക്കെ പിടിച്ച് വറ്റി ലെവലായി നമ്മളെ ചെമ്മീൻ റോസ്റ്റ് തയ്യാർ. നാടൻ ചെമ്മീൻ റോസ്റ്റ് തയ്യാർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.